നമസ്കാരം, ഞാൻ വി ദക്ഷിണ. കൂട്ടുകാരെ, എല്ലാവർക്കും കുട ഇഷ്ടമല്ലേ? എങ്കിൽ ഞാനിന്ന് കുടയെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നും മഴയിൽ നിന്നും രക്ഷ നേടാൻ മനുഷ്യർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കുട ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. 15-ാം നൂറ്റാണ്ടു മുതൽ ഈജിപ്റ്റ്, അസീറിയ, ഗ്രീസ്, ചൈന എന്നിവിടങ്ങളിൽ ഇത്തരം കുടകൾ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യകാലത്തെ കുടകളെല്ലാം തന്നെ സൂര്യപ്രകാശത്തിൽ നിന്നും രക്ഷ നേടാൻ ഉപകാരപ്രദമായിരുന്നു. BC 1000-ൽ കോരിച്ചൊരിയുന്ന മഴയിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്ന കുട നിർമ്മിച്ചത് ചൈനക്കാരായിരുന്നു. മെഴുകു പുരട്ടിയോ പോളിഷ് ചെയ്തോ ആയിരുന്നു ഇത്തരം കുടകൾ നിർമ്മിച്ചിരുന്നത്. അതിനാൽ കുടയ്ക്കു മീതെ വെള്ളം വീഴുമ്പോൾ അത് അപ്പോൾ തന്നെ ഒലിച്ചു പോകുകയും ചെയ്യും. ചേമ്പ് പോലുള്ള സസ്യങ്ങളുടെ ഇലകളാണ് ചൈനക്കാരെ ഈ കണ്ടുപിടുത്തത്തിന് പ്രയത്നിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. 16-ാം നൂറ്റാണ്ട് മുതൽ പാശ്ചാത്യ രാജ്യങ്ങളിലും കുടകൾ പ്രചാരമാർജിച്ചു. ഈ കാലയളവിലാണ് കുടയ്ക്ക് അംബ്രല്ല എന്ന പേര് ലഭിച്ചത്. ലത്തീൻ ഭാഷയിൽ നിഴൽ എന്ന അർത്ഥം വരുന്ന അംബ്രയിൽ നിന്നാണ് ഈ വാക്കുണ്ടായത്. യൂറോപ്പിൽ കുട പ്രചാരമാർജിച്ചെങ്കിലും അവ സ്ത്രീകൾക്കു മാത്രം ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് അവർ വിചാരിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിലാണ് പേർഷ്യയിൽ നിന്നുള്ള സഞ്ചാരിയും എഴുത്തുകാരനുമായ ജോനസ് ഹാൻവേ ഇംഗ്ലണ്ട് സന്ദർശിക്കുന്നതും കുട പരസ്യമായി ഉപയോഗിക്കുവാൻ തുടങ്ങിയതും. ഇതോടെ പുരുഷന്മാരുടെ ഇടയിലും കുട പ്രചാരമാർജിച്ചു. മരത്തടികളും വലിയ മത്സ്യങ്ങളുടെ എല്ലുകളും എണ്ണ നിറത്തിലുള്ള ക്യാൻവാസും ഉപയോഗിച്ചായിരുന്നു യൂറോപ്പിൽ ആദ്യകാലത്തെ കുടകൾ നിർമ്മിച്ചിരുന്നത്. 1830-ൽ ലണ്ടനിൽ ന്യൂ ഓക്സ്ഫോർഡ് തെരുവിൽ തുറന്ന ജെയിംസ് സ്മിത്ത് ആൻഡ് സൺസ് എന്ന കടയാണ് ആദ്യമായി കുടകൾ മാത്രം വിൽക്കുവാനായി ആരംഭിച്ചത്. 1852-ൽ സാമുവൽ ഫോക്സ് സ്റ്റീൽ ഉപയോഗിച്ച് കുട നിർമ്മാണം ആരംഭിച്ചു. നൈലോണിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി കുടയുടെ തുണിത്തരമായി അവ ഉപയോഗിക്കാൻ തുടങ്ങി. കൂട്ടുകാരെ, എല്ലാവർക്കും ഈ കുടയുടെ കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ കുട ഒരു സാധാരണക്കാരനല്ലെന്ന്?